യെസ്, ഇതാണ് 2020 പുലർത്തുന്ന ആത്മവിശ്വാസം. എന്തായാലും നമുക്ക് കണക്കുകൾ ഉൾപ്പെടെ വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് ഡാനി പോളിലേക്ക് പോകുമ്പോൾ, ഡാനി, ഈ മുന്നണിയുടെ പ്രവേശനം, അതായത് 2020 ഇത്രയും നാൾ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. അതിനുശേഷം NDAയിലേക്ക് പ്രവേശിക്കുമ്പോഴും കുന്നത്ത് നാട് അവർ വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. നേരത്തെ സാബു ജേക്കബ് പറയുന്നത് പോലെ അവർ 8 മണ്ഡലങ്ങളിൽ മത്സരിച്ച സാഹചര്യമുണ്ടായിരുന്നു. അവിടെയൊക്കെ അവരുടേതായ ഒരു വോട്ട് വിഹിതമുണ്ട് എന്നവർ ആവർത്തിക്കുകയും ചെയ്യുകയാണല്ലോ. അഭിലാഷ, ഇതിൽ അത്രയും വോട്ട് ഷെയർ അവർ അവകാശപ്പെടുമ്പോൾ അവർ പറയുന്ന ആശയങ്ങൾക്ക് ഒരു വ്യക്തിത്വമുള്ള നിലപാടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കേരളത്തിന് പരിചയപ്പെടുത്തുകയായിരുന്നു, ഇങ്ങനെ ഒരു ആശയമുണ്ട്, അത് തങ്ങളുടെ മേധാവിത്വമുള്ള പഞ്ചായത്തുകളിൽ നടപ്പാക്കി, കുന്നത്ത് നാട് അടക്കമുള്ള മേഖലകളിൽ നടപ്പാക്കി എന്ന് പറയുമ്പോൾ ആ ആശയത്തെ സ്വാംശീകരിക്കാനായിട്ട് പലരും തന്നെ തയ്യാറാവുന്നു. നിഷ്പക്ഷരായി നിന്നുകൊണ്ട് ചിന്തിച്ച പലരും തന്നെ അവർക്ക് വോട്ട് രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തു. ആ രീതിയിലൊരു വളർച്ച അവർക്ക് അടയാളപ്പെടുത്താനുണ്ടായിരുന്നു എന്നതാണ് ആ തെരഞ്ഞെടുപ്പ് 2021 പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴേക്ക് വരുമ്പോഴേക്ക് ഈ സമയത്ത് അവർക്ക് പ്രത്യക്ഷമായ ഒരു നിലപാട് രാഷ്ട്രീയപരമായി അവർ കൈക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ആ നിലപാട് രാഷ്ട്രീയം കൃത്യമായി അത് BJPയോട് ചേർന്നുകൊണ്ടുള്ള നിലപാടാണ്, NDAയുടെ ഭാഗമായിക്കൊണ്ട് സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. അപ്പോൾ വരുമ്പോൾ അവർ രാഷ്ട്രീയ കക്ഷിയായി ഇപ്പോൾ അവർ രൂപാന്തരം പ്രാപിക്കുകയും അതിന് ആ ഒരു രാഷ്ട്രീയ കൊടിയുടെ കീഴിലേക്ക് അവർ മാറുകയും ചെയ്തു. ഇപ്പോൾ അവർ വോട്ട് ചോദിക്കുന്നത് അത്തരം രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് എന്നൊരു പ്രത്യേകതയാണ് 2020 അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സ്വതന്ത്ര ചിന്തകൾക്കല്ല ഇക്കുറി ജനം മാർക്കിടുന്നത് എന്നതുകൂടി അവർ വ്യക്തമായി ഓർക്കേണ്ടതുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെ അവർ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇക്കുറി ചെല്ലുന്നത്. സ്വതന്ത്രമായ നിലപാടല്ല, ആ ഒരു കാര്യത്തെ തന്നെ, ആ ഒരു സത്യത്തെ തന്നെയാണ് ഇക്കുറി അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നതാണ് അവരുടെ ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം എന്നതുകൂടി നമ്മൾ എടുത്ത് വായിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അത്തരമൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇത്ര നാളും അതിലേക്ക് വേണ്ടിയായിരുന്നു വഴിവെട്ടിയത് എന്ന വലിയ ആരോപണങ്ങളെ കൂടി അതിനുകൂടി അവർക്ക് മറുപടി പറയേണ്ടി വരുന്നു എന്നതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ 2020 നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. അതൊരിക്കലും ചെറുതായി കാണിക്കുവാൻ കഴിയുന്ന കാര്യവുമല്ല. ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക്, അവരുടെ സംശയങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കടക്കം ആ അണികൾ നേരിടുന്നുണ്ട്, 2020 നേരിടുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെയും മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ഈ കാലം അത്രയും മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം അവിടേക്ക് വോട്ട് ചോദിക്കുകയും അല്ലെങ്കിൽ സിറ്റിംഗ് MLA അടക്കം അവിടെ രാഷ്ട്രീയപരമായിട്ട് തന്നെ അത് എടുത്ത് ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏതാണ്ട് 2000 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയെന്നാണ് സിറ്റിംഗ് MLA CPMന്റെ PV ശ്രീനിധൻ്റെ ഒരു അവകാശവാദവുമായിട്ട് പറയുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കപ്പെടും. ഏതായാലും ഈ കാര്യങ്ങളിൽ 2020 എന്നതിന് അപ്പുറം സാബു ജേക്കബും അതോടൊപ്പം തന്നെ PV ശ്രീനിധനും ഒപ്പം നിൽക്കുന്ന മറ്റേ UDFും എല്ലാം തന്നെയും സാബു ജേക്കബിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇതിലേക്ക് കൊണ്ടുവന്നത് എന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ഫ്രെയിം ചെയ്യുന്നത്. കാരണം ഇതൊരു 2020യുടെ ഒരു ആശയം എന്ന രീതിക്ക് അപ്പുറത്തേക്ക് സാബു ജേക്കബിൻ്റെ നിലപാടാണ് ഇവരെ NDAയുടെ ഭാഗമാക്കിയിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും ഉയർത്തിക്കാണിക്കുന്നത്. അതൊരു പരിധിവരെയും തന്നെ മണ്ഡലത്തിൽ അത് ഉയർത്തിപ്പിടിക്കുന്നതിൽ അവർക്ക് UDFിനാണെങ്കിലും അതോടൊപ്പം തന്നെ LDFിനാണെങ്കിലും ഒരു പരിധിവരെയും അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിന് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇത് 2020യെ കൊണ്ടുപോയി ഇവിടേക്ക് എത്തിച്ചത് സാബു ജേക്കബിൻ്റെ ഒരു നിലപാടിലൂടെയാണ് എന്നതാണ് ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു വസ്തു. ഏതായാലും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രചാരണ വേദിയിലേക്ക് അടക്കം പോകുമ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യതയിലേക്ക് 2020യും സാബു ജേക്കബും എല്ലാം തന്നെ നീങ്ങുന്നത്. അഭിലാഷ്, തീർച്ചയായും നമുക്ക് മറ്റു ചില ഡേറ്റകൾ കൂടി ഒന്ന് പങ്കുവെച്ച് തന്നെ പോകേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പ് എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പ് വിലയിരുത്താൻ പറ്റുന്ന ഒരു ഡേറ്റ എന്നത് കഴിഞ്ഞ ലോക്സഭാ